സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം 1 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി കർത്താവിൻ്റെ വേല ചെയ്യും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. കരങ്ങൾ ഉയർത്തി. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എത്ര പേര് ചെയ്യും? അടുത്തിരിക്കുന്നവർ ഒന്ന് പറയണം, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പരമാവധി ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കഴിവും നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടേതായ പ്രവൃത്തി കൊണ്ടോ അല്ല ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, മകനെ നിന്നോടുണ്ടായ പ്രവചന ദൂതുകൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ അറിവ് കൊണ്ടല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കേട്ടതായ അറിവും നമ്മൾ പഠിച്ചതും നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ച അറിവുകളോ ജ്ഞാനങ്ങളോ മറ്റുള്ള അനുഭവങ്ങളോ നമ്മുടെ ഉള്ളിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച നമ്മുടെ അപ്പൻ്റെ അപ്പനും ഒക്കെ നമുക്ക് പകർന്നു തന്ന കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല കർത്താവിൻ്റെ വേല അല്ലെങ്കിൽ ദൈവസേന നമ്മൾ നിൽക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുള്ള അനവധി ദൂതുകൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ. ഒരു വ്യക്തിയെ ദൈവം വിളിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് അവൻ്റെ വലിപ്പമോ അവൻ്റെ കപ്പാസിറ്റിയോ അവൻ്റെ ബുദ്ധിയോ അവൻ്റെ ഒന്നും നോക്കാം, അവൻ്റെ കുലമോ ഒന്നും നോക്കാതെ അവനെ നോക്കി ദൈവം പറയുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. പ്രൈസ്. ആ വാഗ്ദത്തങ്ങളാണ് പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയുടെ സ്വഭാവങ്ങളോ ഒന്നുമല്ല. ആ വ്യക്തിയെക്കുറിച്ച് ലോകം മുഴുവനും ചിലപ്പോൾ ഒരു കള്ളനാണെന്ന് പറയാം, ഇവനൊരു മോശക്കാരൻ. ലോകം അവനെക്കുറിച്ച് പറയുന്നത് കള്ളനാണ്, മോശക്കാരനാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ശരിയല്ല, അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരം ഒരുപാട് വർത്തമാനങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് പലരെക്കുറിച്ച് പറയുന്നു. ഇവനൊരു പാഷാണോ ശുശ്രൂഷകനാണോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസിയോ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ലോകം നമ്മെക്കുറിച്ച് പറയാം. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ദൈവം നമ്മുടെ വേദപുസ്തകം എടുത്ത് നോക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം അവിടെ എന്താണ് എഴുതിയിരിക്കുക അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മളെ മറ്റൊരു ലെവലിലോട്ട് നമ്മളെ കയറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുള്ള അനവധി പ്രവചന ദൂതുകളുണ്ട്. അതാണ് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. ഹല്ലേലൂയ. നിന്റെ പ്രാഗൽഭ്യമല്ല, നീ എൻ്റെ കൂടെ നടന്നത് കൊണ്ടല്ല, ഞാൻ പഠിപ്പിച്ചു തന്ന കുറെ കാര്യങ്ങൾ നിനക്ക് അറിയാവുന്നത് കൊണ്ടല്ല, പ്രത്യേക ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രവചനങ്ങളുണ്ട്. അത് നിവർത്തീകരിക്കപ്പെടുന്നത് വരെ നിനക്കൊരു കുഴപ്പമുണ്ടാകാതെ, ഒരു ദോഷവും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രവചന ദൂതുകൾ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ കേൾക്കുന്ന ദൂതുകളാണ് നമ്മളെ അജയ്യരാക്കി മാറ്റുന്നത്, ശക്തന്മാരാക്കി മാറ്റുന്നത്, നമ്മളെ ആയിരങ്ങളുടെ നടുവിൽ നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ 10,000ങ്ങളുടെ നടുവിൽ നിർത്തുന്നത്, ഒരു യോഗ്യതയില്ലാത്ത ചില വ്യക്തികളെയൊക്കെ എടുത്ത് രാജാക്കന്മാരാക്കി മാറ്റുന്നത്, വലിയ രാജ്യമാക്കി മാറ്റുന്നത്. ഇതൊക്കെ പ്രവചനത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന പ്രവചനങ്ങളാണ് നമ്മെ മറ്റൊരു നിലവാരത്തിലോട്ട് ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതൊരു രാജ്യമായിരുന്നില്ല, അതൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ വിളിച്ച്, അബ്രഹാമിനെ ദൈവം വിളിച്ച്, ആ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് ഒരു രാജ്യമായി മാറിയത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രവചനം പറയുന്ന സമയത്ത് അബ്രഹാം ഒന്നുമല്ല, ആരുമല്ല. ഹല്ലേലൂയ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആള്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. ആ കുടുംബത്തിനകത്ത് നിന്നും ദൈവം അബ്രഹാമിനെ വേർതിരിച്ച് പുറത്തിറക്കി അബ്രഹാമിനോട് പറയണം, നീ മുഖാന്തരം ജാതികൾ അനുഗ്രഹിക്കപ്പെടും.
നിന്റെ സന്തതി മുഖാന്തരം ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സന്തതി ഇല്ലാത്തവനെ വിളിച്ച് ദൈവം സന്തതി മുഖാന്തരം ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 25 വർഷം ആ സന്തതി ഇല്ലാതിരിക്കുക. ഹല്ലേലൂയ. ആ സന്തതി ഇല്ലാതിരിക്കുമ്പോഴും തൻ്റെ പ്രവൃത്തികളല്ല, തൻ്റെ വിശ്വാസമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമല്ല, സാറയുടെ വിശ്വാസവുമല്ല, പ്രൈസ് ദി ലോർഡ്, അവരുടെ യാഗങ്ങളല്ല, അവരുടെ പ്രാർത്ഥനകളല്ല, അവരുടെ നീതി പ്രവർത്തികളല്ല, പക്ഷേ അവരോട് ദൈവം പറഞ്ഞ പ്രവചനമാണ്. പ്രൈസ് ദി ലോർഡ്. അത് അവരെ കൂടെ സഞ്ചരിക്കുക. അവരെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ഉണ്ട്, അവരെവിടെയൊക്കെ ആയിരുന്നോ അവിടെയൊക്കെ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, അവര് പല യുദ്ധങ്ങൾ ചെയ്തു, പല ശത്രുക്കൾ അവരെ തകർക്കാൻ നോക്കി, പല രാജാക്കന്മാരുടെ മുമ്പിൽ അവർ തകർന്നു വീഴുമെന്നുള്ള സാഹചര്യം വന്നു, അവരെ പലരും കളിയാക്കി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും 99 വയസ്സ് പ്രായമായപ്പോൾ ഈ അബ്രഹാം തന്നെ കർത്താവിനോട് അങ്ങോട്ട് പറയുകയാണ്, ഇനി എനിക്ക് ഈ ദൂതൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവരാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ അറിവിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ പ്രാഗൽഭ്യത്തിലല്ല, നമ്മുടെ ബൈബിൾ നോളജിലല്ല ദൈവരാജ്യം കെട്ടിപ്പടുക്കേണ്ടത്, നമ്മുടെ സമ്പത്തിലല്ല. നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും ഈ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കത്തില്ല. നിൽക്കാൻ സാധിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണയുടെ കാലഘട്ടം അല്ലെങ്കിൽ ഈ അന്ത്യ കാലഘട്ടത്തിനകത്ത് നമുക്ക് ഭാരപ്പെടേണ്ടയും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മെക്കുറിച്ച് ദൈവം പറഞ്ഞ പ്രവചന ദൂതുകൾ ഉണ്ടെങ്കിൽ ഈ പ്രവചന ദൂതുകളെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് അതൊന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് പോകാൻ നീ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് ഒരു കൊടുങ്കാറ്റിനും ഒരു പ്രകൃതി ക്ഷോഭങ്ങൾക്കും ഒന്നിനും എപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് സാഹചര്യത്തിനകത്ത് നീ കടന്നാലും അപ്പോൾ നീ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ആ സാഹചര്യത്തിന്റെ നടുവിൽ നീ പറയുക, എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞ ദൂതുകളുണ്ട്, എന്നെക്കുറിച്ച് ദൈവം പറഞ്ഞ പ്രവചനങ്ങളുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാതെ എനിക്കൊന്നും സംഭവിക്കയില്ല. കാരണം എന്നോട് ദൈവമാ പറഞ്ഞത്. മനുഷ്യന്മാരാണ് പറഞ്ഞതെങ്കിൽ അത് മാറ്റം സംഭവിക്കാം. എന്നാൽ ആകാശവും ഭൂമിയും മാഞ്ഞു മറഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് അനവധി പ്രവാചകന്മാർ വന്ന് പറഞ്ഞ പ്രവചന ദൂതുകള് നീ കേട്ട സമയത്ത് നീ ശൂന്യനായ ഒന്നും കഴിവില്ലാത്ത ഏറ്റവും ചെറിയവനായ ഒരു വ്യക്തിയായിരുന്നിരിക്കാം. എന്നാൽ അന്ന് കർത്താവിന്റെ ദാസൻ നിന്നോട് പറഞ്ഞത് നിന്നെ ലോക രാജ്യങ്ങൾക്ക് അപ്പോസ്തലനാക്കി മാറ്റുമെന്നാണെങ്കിൽ നീ വിശ്വസിക്കുക. ഈ പ്രവചനത്തിന് ശക്തിയുണ്ട്, അത് പ്രവർത്തിക്കും. അത് നിന്നെ എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ചിട്ടല്ലാതെ മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവചന ദൂത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, വേദപുസ്തകം അതാണ് പഠിപ്പിക്കുന്നത്. കാരണം കർത്താവ് പറയുന്ന വചനമാണ് അല്ലെങ്കിൽ ദൂതുകളാണ് പഴയ നിയമത്തിനകത്ത് പ്രവാചകന്മാരുടെ പ്രവചന ദൂതുകൾ. യെശയ്യാവിന്റെ പ്രവചനം, യിരെമ്യാവിന്റെ പ്രവചനം, യെഹെസ്കേലിന്റെ പ്രവചനം, ദാനിയേലിന്റെ പ്രവചനം, മലാഖിയുടെ, മീഖായുടെ, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ സകല പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാണ് സാഹചര്യങ്ങൾ മോശമായിട്ടും ബാബിലോണിയ സാമ്രാജ്യം തകർത്ത് തരിപ്പണമാക്കിയ റോമാ സാമ്രാജ്യത്തിന്റെ പിടിയിൽ അമർന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഒരിക്കലും ഒരാള് ദൈവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, ദൈവമുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ദൈവം ഉണ്ടെന്ന്. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട, തകർക്കപ്പെട്ട, ഹല്ലേലൂയ, ലക്ഷക്കണക്കിന്, ഈ ലോകത്ത് ഒരു സമൂഹം ഇതുപോലെ കൊല്ലപ്പെട്ടിട്ടില്ല, ഇതുപോലെ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടില്ല. ഹിറ്റ്ലറിന്റെ ഭരണകൂടം ഭരണകാലത്ത് 65 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിച്ച് അതിന്റെ കല്ലോട് കല്ല് ശേഷിപ്പിച്ച് ലോകം മുഴുവനും യഹൂദന്മാരെ ചിതറിപ്പിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. കേരളത്തിന്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം കൊടുത്ത ഒരുപാട് ഏരിയകളുണ്ട്, എല്ലാം നശിച്ചു, തകർന്നു, വേരില്ലാത്ത അനുഭവത്തിലായി. പക്ഷേ ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവം പറഞ്ഞ പ്രവചനം, ഹല്ലേലൂയ, യിരെമ്യാവിലൂടെ, യെഹെസ്കേലിലൂടെ, അനവധി പ്രവാചകന്മാരിലൂടെ ഈ ഇസ്രായേൽ രാജ്യം വീണ്ടും ഒരു രാജ്യമായി ഒന്നുമല്ലാതായി പോകുമെന്നും പറഞ്ഞത് അതുപോലെ സംഭവിച്ചു.
വീണ്ടും ഈ രാജ്യം അത്തി തളർക്കുന്നത് പോലെ, ഹല്ലേലൂയ സ്തോത്രം, അത്തിക്ക് ഒരു തളർപ്പുണ്ടാകുന്നത് പോലെ ഇസ്രയേൽ തളർത്ത പൂത്ത് കായ്ച്ചു വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞത് ലോകം മുഴുവനും ഒരുമിച്ച് ശ്രമിച്ചിട്ടും ആ രാജ്യത്തെ, ആ സമൂഹത്തെ, യഹൂദനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഞാനും നീയും ഈ യഹൂദനെ പോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യഹൂദനോട് ദൈവം പറഞ്ഞ ദൂത് ഹല്ലേലൂയ നടന്നുവെങ്കിൽ ആ ഇസ്രായേൽ രാജ്യം ഇന്നും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഈ ലോകത്ത് ആർക്കും ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത വണ്ണം ദൈവത്തിന്റെ കരം ആ രാജ്യത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരോടുള്ള പ്രവചന ദൂതുകൾ ഇതുവരെ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇനിയും ദൂതുകൾ അനവധി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിതറി നശിച്ചു പോയ രാജ്യമാണ്. എങ്ങനെയാണ് പുറത്തു വന്നത്? പുറത്തു വന്നത് പ്രവചനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമല്ലാതെ ഇറങ്ങിത്തിരിച്ച അബ്രഹാം ഒരു രാജ്യമായി, ഒരു വലിയ ഒരു സമൂഹമായി മാറിയത് അങ്ങനെയാണ്, പ്രവചനത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. തലമുറയില്ലാത്ത അബ്രഹാമിന് എങ്ങനെ തലമുറയുണ്ടായി? പ്രവചനത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തലമുറയിൽ നിന്ന് എങ്ങനെ ആകാശ നക്ഷത്രങ്ങളെ പോലെ സന്തതി ഉണ്ടായി? പ്രവചനത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ജാതികളായി നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. ഞാനും നീയും പ്രവചനത്തിന് നിവർത്തീകരണമാണ്. പ്രൈസ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രവചനത്തിന് നിവർത്തിയാണ്. അബ്രഹാമിന്റെ സീഡാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ വിത്ത് നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുകയാണ്. 1 പത്രോസ് അതിന്റെ 21 അധ്യായം 23 വാക്യം പറയുകയാണ്, കെടാത്ത ബീജം. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിന്റെ കെടാത്ത ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ട നമ്മള്, അബ്രഹാമിന്റെ ആ വിത്തും നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയാണ് വന്നത്? പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രവചനം, ജാതികൾ നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിൽ വിശ്വസിക്കുന്ന എത്ര പേർ ഇന്നുണ്ട്? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ഒരു ദൈവമക്കളും ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളായി, നാളുകളായി നിന്റെ തലയിൽ കൈവച്ച് എത്രയോ പ്രവാചകന്മാർ വന്ന് നിന്നെ നോക്കി പറഞ്ഞ പ്രവചന ദൂതുകളുണ്ട്. അത് മാത്രമല്ല, വേദപുസ്തകം എടുക്കുമ്പോൾ ആ പുസ്തകത്തിനകത്ത് നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൂതുകളാണ് മുഴുവനും. ആ ദൂതുകളെ ഒന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാണ് ണെങ്കിൽ ദൈവത്തിന്റെ വചനം, എഴുതപ്പെട്ട വചനത്തിന് മാറ്റമില്ല. അതെന്താ പറയുന്നത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകും. ഹല്ലേലൂയ. വായ് കൊണ്ട് എന്റെ നാമത്തിൽ ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്റെ മക്കളായി മാറും. പ്രൈസ് ദി ലോർഡ്. ഞാനും നീയും മക്കളായി മാറിയിരിക്കുകയാണ്. അതൊരു പ്രവചനമാണ്, അതൊരു ദൂതാണ്, ഒരു വചനമാണ്. ഏതൊരു മനുഷ്യൻ വിശ്വസിച്ചാലും അവൻ ആ ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്, കൂട്ടവകാശികളായി മാറുകയാണ്. വാടാത്ത, ഒരിക്കലും കെട്ടുപോകാത്ത ബീജത്താൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ ജീവൻ എന്നിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ലോകം പറയുന്ന കാര്യങ്ങളിലല്ല, നമ്മളെ കുറെ അറിവുകളിലല്ല, പുസ്തകം വായിച്ചും പത്രം വായിച്ചുള്ളതല്ല. അറിവ് നമ്മളെ ചേർപ്പിക്കുകയുള്ളൂ, എന്നാൽ വെളിപ്പാടുകളാണ് നമ്മളെ വിടുവിക്കുന്നത്. കേട്ട ദൈവിക പ്രവചന ദൂതുകൾ അത് ഒരിക്കലും നശിക്കാതെ ഒരു ജീവനായി നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പ്രവചനത്തിന്റെ ശക്തി നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എത്ര വർഷം നമ്മൾ മറന്നു പോകും, പക്ഷേ അത് മറക്കാത്ത, പറഞ്ഞവൻ വിശ്വസ്തനാ, ഒരിക്കലും മറക്കത്തില്ല. ഞാനും നീയും മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. നമ്മളോട് പറഞ്ഞ സകല ദൂതുകളും നിവർത്തീകരിക്കാതെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമേ ഇല്ല. സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ എന്താണ് കേട്ടത്? യെശയ്യാ 60 അധ്യായത്തിനകത്ത് ഇസ്രായേൽ രാജ്യത്തോട് ദൈവം പറയുന്ന വലിയൊരു പ്രവചന ദൂതാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ്. 2 വാക്യം എന്താണ് പറയുന്നത്? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, എന്നാൽ നിന്റെ മേലോ എന്തുദിക്കും? യഹോവയുടെ തേജസ് ഉദിക്കും. യെശയ്യാവിന്റെ പുസ്തകം 60 അധ്യായത്തിനകത്ത് ഇസ്രായേലിനെ നോക്കി പറയുമ്പോൾ ഇസ്രായേലിന്റെ കിടപ്പ് എവിടെയാ? ഇസ്രായേൽ ബാബിലോണിയ സാമ്രാജ്യത്തിൽ അടിമത്തം നുകത്തി കിടക്കുക. അപ്പൊ സാഹചര്യമല്ല, ദൈവത്തിന് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. 5000 പേരെ പിടിച്ച് മരുഭൂമിക്ക് അകത്ത് കൊണ്ടുവന്ന ദൈവത്തിന് മരുഭൂമി നമുക്കാണ് പ്രശ്നം, ദൈവത്തിന് പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മുടെ ചിന്തയിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ വെളിയിലിറങ്ങാൻ വയ്യ, അക്കൗണ്ടിനകത്ത് പൈസ ഇല്ല, ജോലിയില്ല, കണക്ക് കൂട്ടി ജീവിക്കുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് കണക്ക് കൂട്ടി ജീവിക്കുക. 200 വെള്ളി നാണയങ്ങളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ ഇനി എങ്ങോട്ട് പോകും ഈ പിന്നെ 5000 പേർക്ക് അപ്പം വാങ്ങിക്കാൻ? ഫിലിപ്പോസിനെ സംബന്ധിച്ച് കണക്ക് കൂട്ടി ജീവിക്കുന്നവരാ. ഹല്ലേലൂയ. പക്ഷേ പിന്നീട് ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത് കണക്ക് കൂട്ടലുകൾ എന്നതൊക്കെ മാറിയിട്ട് അവൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം ശമരിയ പട്ടണത്തെ ഒരു ഒറ്റയാന പോലെ നിന്ന് വലിയ റിവൈവലിൽ എത്തിക്കുന്ന ഫിലിപ്പോസിനെ നമുക്ക് കാണാൻ സാധിക്കും. 5000 ജനസമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഇത് സാധിക്കും, ഈ 5000 പേർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് ചോദിച്ച ഫിലിപ്പോസിനെ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ശമരിയ പട്ടണത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിച്ച മന്ത്രവാദ പുസ്തകം കൊണ്ട് കത്തിച്ച് കളഞ്ഞ് മാനസാന്തരപ്പെട്ട് ഫിലിപ്പോസിന്റെ കാൽ കീഴിൽ വന്ന് വീഴുന്ന മന്ത്രവാദി നമ്മൾ കാണാൻ സാധിക്കുകയാണ്. ഈ ഫിലിപ്പോസാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ആ ഷണ്ടന് വേണ്ടി ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞപ്പോൾ പോകുന്നു. അവനോട് സുവിശേഷം പറയുന്നു. അടുത്ത നിമിഷം ഫിലിപ്പോസ് നടന്നു പോകാം, വണ്ടി പിടിച്ചു പോകാമെന്ന് കണക്ക് കൂട്ടിയിരിക്കുമ്പോൾ അവന്റെ കണക്ക് കൂട്ടലുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവാത്മാവ് ഫിലിപ്പോസിനെ നോക്കി ലോകരാജ്യങ്ങളിലെ റിവൈവലിസ്റ്റായി മാറുമെന്ന് പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന്റെ അകത്ത് ഫിലിപ്പോസിനോട് ദൂത് മാത്രമല്ല പറഞ്ഞ ദൈവം ഫിലിപ്പോസിന് വേണ്ടി ഒരു ട്രാൻസ്പോർട്ടേഷൻ ഗ്ലോറി അവിടെ വെളിപ്പെട്ടതുപോലെ, ഒരു ട്രാവലിംഗ് ഗ്ലോറി അതിനകത്ത് വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാണ്, നിന്നോട് ആത്മാവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് മാത്രമല്ല, ദൂതിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഫ്ലൈറ്റ്, എന്താണ് നിനക്ക് ആവശ്യമായി വരുന്നത് അതൊക്കെ ഒരുക്കുവാൻ ദൈവം ശക്തനാണ്. നിന്നെ ഒരു പ്രവാസ കാലത്തിനകത്ത് ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രവാസ കാലത്തിനകത്ത് നീ ഏത് രാജ്യത്തിനും ഏത് കൊറോണയ്ക്കും ഏത് ഭരണകൂടങ്ങൾക്ക് അകത്താണെങ്കിലും അതിനകത്ത് നിൽക്കുമ്പോഴും നീ ദൈവവൈദ്യനാണെങ്കിൽ നീ ഒരു സ്പെഷ്യലാണ്. കാരണം നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു വാഗ്ദത്തമുണ്ട്, ഒരു ദൂതുണ്ട്. ആ ദൂതിനെ നീ മുറുകെ പിടിച്ചാൽ, അത് നീ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഒരു കാരാഗ്രഹത്തിനും ഒരു സിംഹത്തിന്റെ വായ്ക്കകത്തു നിന്നും നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നോട് വലിയ ബാബിലോണിയ സാമ്രാജ്യത്തിനകത്ത് ബാലന്മാരാണ് അവർ. വളരെ അവരെ പറയുന്നത് ബാലന്മാർ. പ്രൈസ് ദി ലോർഡ്. സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ജ്ഞാനമുള്ള. ആരുടെ ജ്ഞാനം? ദൈവത്തിൻ്റെ ജ്ഞാനം. ലോകത്തിൻ്റെ ജ്ഞാനമുള്ളവരല്ല. ഭക്തി, ദൈവത്തോടുള്ള ഭക്തിയും ആ ദൈവത്തിലുള്ള വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമാരെന്ന വലിയ വെളിപ്പാടുള്ളവർ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് ഒരിക്കൽ പത്രോസിന്റെ അപ്പനും അമ്മയും പത്രോസിന് ഇട്ടിരുന്ന പേരെന്താണ്? ശീമോൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ അർത്ഥം? ആടുന്ന ആള്. പ്രൈസ് ദി ലോർഡ്. ചതഞ്ഞ ഓട. അങ്ങോട്ടൊരു കാറ്റടിക്കും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ടടിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും ഇട്ട പേര് അങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ ദൈവം ഇട്ട പേര് അങ്ങനെ അതല്ല. ദൈവം പേര് മാറ്റുന്നവരാണ്, നമ്മുടെ സ്വഭാവം മാറ്റുന്നവരാണ്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയും സമൂഹവും ലോകം മുഴുവനും നമുക്കിട്ടിരിക്കുന്ന എല്ലാ പേരുകളെയും കർത്താവിൻ ഒരിക്കൽ പത്രോസിനെ വിളിച്ചു ചോദിച്ചു, പത്രോസേ, എന്നെക്കുറിച്ച് ഈ ലോകം എന്ത് പറയുന്നു? പത്രോസ് കർത്താവിനോട് പറഞ്ഞു, നീ ക്രിസ്തുവാകുന്നു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഭാഗ്യവാനാണെന്ന് പറയുന്നത് എപ്പോഴാണ്? 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് മിടുക്കനായി ഒരു ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ റാങ്കോ വാങ്ങിക്കുന്ന ആളിനെ നമ്മൾ പറയും, എന്ത് പറയും? വളരെ സ്മാർട്ടായ വ്യക്തിയാണ്, വളരെ സ്മാർട്ടാണ്. പക്ഷേ ഭാഗ്യവാനാണെന്ന് പറയുമോ? ഇല്ല. പക്ഷെ ഒന്നും പഠിക്കാതെ ചെന്നിരുന്ന് റിസൾട്ട് വരുമ്പോൾ ഇവൻ ജയിച്ചു, അവനെ നോക്കി നമ്മളെന്ത് പറയും? ഭാഗ്യവാൻ. പത്രോസിന്റെ കാര്യം അങ്ങനെയാണ്, നമ്മളെല്ലാവരുടെയും കാര്യം അതാണ്. നമ്മളൊക്കെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അല്ല ഈ ഇവിടെ നിൽക്കുന്നത്. ദൈവരാജ്യത്തിന് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്കല്ല, നമ്മുടെ ഉപവാസത്തിൻ്റെ പവറല്ല, നമ്മുടെ അറിവല്ല, നമ്മുടെ PhDകളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പത്രോസിന്റെ ആൾക്കാരാണ്, ചതഞ്ഞ ഓടകളായിരുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ എല്ലാം പേരിനെ ദൈവം മാറ്റി. ദൈവത്തിൻ്റെ സന്നിധിയെ നമ്മൾ എന്തെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ, ഒരിക്കൽ 2 സഹോദരങ്ങൾ വന്നപ്പോൾ അവരെ കണ്ടുടനെ അവരെ നോക്കി വിളിക്കുകയാണ് കർത്താവ്, ഇടിമക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവരെ നോക്കി പറഞ്ഞു ഇവർ ഇടിമക്കളാണ്. ദൈവം ചിലരെയൊക്കെ വിളിച്ച് പേരിട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചരിത്രത്തെ മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പേരുകളെ മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ലോകം നമുക്ക് ചാർത്തി തന്ന സകല അപമാനങ്ങളും നിന്ദകളെയും മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഏത് അടിമത്ത നുകത്തിനകത്ത് കിടന്നാലും അതിനകത്ത് ദൂതുള്ളവനാണെങ്കിൽ അവനെ ഒരു തീക്കും ദഹിപ്പിക്കാൻ സാധിക്കത്തില്ല. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാരോട് നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു പറയുകയാണ്, എന്നെ ആരാധിച്ചില്ലെങ്കിൽ നിന്നെ എടുത്ത് തീക്കകത്തിട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. 7 മടങ്ങ് തീക്ക് ചൂട് കൂട്ടിയതിന് ശേഷം ഈ ബാലന്മാരെ എടുത്ത് ഇടാൻ പറഞ്ഞപ്പോൾ ഇട്ടവർ ദഹിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മക്കളെ, നമ്മൾ വിശ്വസിക്കുക, നമ്മളെ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് പെടുത്തിക്കളയാമെന്ന് വിചാരിക്കുന്നവൻ പെട്ടുപോകും. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള ദൂതുള്ളവനാണ് നീയെങ്കിൽ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തെ, പ്രൈസ് ദി ലോർഡ്, ആരാണോ കഴുമരം ഉണ്ടാക്കിയ വ്യക്തി, ആ ഹാമാൻ തന്നെ അതിൽ തൂങ്ങപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൂതിന്റെ ശക്തി. അതാണ് പ്രവചനമുള്ളവന്റെ ശക്തി. അതാണ് നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ വാഗ്ദത്തമുള്ളവന് വിരോധമായി എത്ര പ്രബലന്മാരായ ശക്തികളും എത്ര വലിയ സാമ്രാജ്യത്വ ശക്തികളും എത്ര വലിയ രാജാക്കന്മാർ വിചാരിച്ചാലും എത്ര വലിയ കഴുകമരം ഉണ്ടാക്കിയാലും എത്ര വലിയ തീക്കുണ്ടം ഉണ്ടാക്കിയാലും അതിനകത്ത് നാലാമനായി നിന്നെയും എന്നെയും വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. കാരണം നീ ദൂതുള്ളവനാണ്, നീ കിടക്കുന്നത് വാഗ്ദത്തമുള്ളവനാണ്. ദാനിയേലിനെ എടുത്ത് സിംഹത്തിന്റെ കൂട്ടിനകത്തിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വേറെ ആരെ ഇട്ടാലും അവിടെ ദൈവം ഇറങ്ങി വരണമെന്നില്ല. പക്ഷെ ദൂതുള്ളവനാണ്, പ്രവചനം എഴുതേണ്ടവനാണ്, ദൈവത്തിന്റെ ദൂതനെ കാണേണ്ടവനാണ്, ദൈവത്തിന്റെ മഹത്വം അറിയേണ്ടവനാണ്, കാണേണ്ടവനാണ്. ലോകം ഇന്ന് ഞാനും നീയും വായിക്കുന്ന ദാനിയേലിന്റെ പുസ്തകം, അതിനകത്ത് ദാനിയേൽ എഴുതി വെച്ചിരിക്കുന്ന പ്രവചനങ്ങൾ എഴുതണമെങ്കിൽ അവൻ ജീവനോടെ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവനെ വിഴുങ്ങുവാൻ വേണ്ടി വന്ന സകല സിംഹത്തിന്റെ വായെയും എന്റെ ദൈവം ഇറങ്ങി അടച്ചെങ്കിൽ ആത്മാവ് പറയുകയാണ്, ഇനിയും നീ അധിക നാൾ ഓടേണ്ടതുണ്ട്. നീ അനേകരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്, അനേകരോട് നീ പ്രവചനം പറയേണ്ടതുണ്ട്, അനേകരെ ദൂത് പറഞ്ഞ് ബലപ്പെടുത്താനുണ്ട്, അനേക സഭകൾ നീ സൃഷ്ടിക്കാനുണ്ട്, അനേക അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കാനുണ്ട്, അനേക പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാനുണ്ട്, അനേക ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കാനുണ്ട്, ആയിരങ്ങളെ സ്നാനപ്പെടുത്താനുണ്ട്. 10,000 നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ദ്വീപുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, രാജ്യങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെ പകുതി വഴിയിൽ വെച്ച് കൈവിടുന്നവനല്ല. ലോകം മുഴുവൻ അടഞ്ഞു കിടന്നാലും ഏത് ഗുഹയ്ക്കകത്ത് നീ കിടന്നാലും അതിനകത്ത് ഏലിയാവിന് വേണ്ടി, വാഗ്ദത്തമുള്ള ഏലിയാവിന് വേണ്ടി ദൈവാത്മാവ് അയച്ചിട്ട് ഒരു കാക്ക വന്നുവെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ദൂതുള്ള നിനക്ക് വേണ്ടി കാക്കകൾ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞെന്താണ്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ ചെന്ന് ആഹാബിനോട് പറയുക, 3 വർഷം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി എന്ത് ചെയ്യത്തില്ല, മഴ ഉണ്ടാകത്തില്ല. ദൂതും പറഞ്ഞ് പോകാനല്ല, ദൂത് പറയാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആഹാരം തരാൻ ദൈവത്തിന് അറിയാം, നിന്റെ ബുദ്ധിമുട്ട് മാറ്റാനും എൻ്റെ ദൈവത്തിന് അറിയാം. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നിന്നെ ദൈവമാണ് വിളിച്ചതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് പകല എന്റെ ദൈവം സാഡിസ്റ്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം എന്റെ വേല ചെയ്യുന്ന പറഞ്ഞ് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരല്ല. ഈ ലോകത്തിലുള്ള കമ്പനിക്കാര്, മൾട്ടിനാഷണൽ കമ്പനിക്കാരോ, ഇവിടെയുള്ള ഏതൊരു വ്യക്തിയും അവരോട് കൂടെ ജോലി ചെയ്യുന്ന വിശ്വസ്തരായ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അതിനേക്കാൾ 1000 മടങ്ങ് വിശ്വസ്തമായൊരു കമ്പനി ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ഏലിയാവിനെ ദൈവം അഡ്രസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളയത്തില്ല. ഏലിയാവിന് അഡ്രസ് ഇല്ലാത്ത ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അഡ്രസ്സും ഇല്ലാത്തവനെ വിളിച്ച് ഇനി ആരാ ചോദിക്കാനും പറയാനും ഉള്ളതെന്ന് പറഞ്ഞ് കർത്താവ് കൈവിട്ടോ? ഇല്ല. ഹല്ലേലൂയ. എൻ്റെ കാര്യം നടന്നാൽ മതി ദൈവം പറയുമോ? ചില ആൾക്കാർ മനുഷ്യരാണെങ്കിൽ പറയും, എന്ത് പറയും? അവനെ ഞാൻ ഉപയോഗിച്ചു. ഈ ലോകത്തുള്ള സകല മനുഷ്യരും മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരാണ്. കറിവേപ്പിലെ പോലെ ഉപയോഗിച്ച് കളയുന്നവരാണ് മനുഷ്യർ, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി. പക്ഷേ ദൈവം നമ്മെ വിളിച്ച ദൈവം അങ്ങനെയല്ല. നമ്മളോടൊരു ദൈവത്തിൻ്റെ ദൂതുണ്ട്, വാഗ്ദത്തമുണ്ടെങ്കിൽ, ദൈവം നമ്മെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് വിളിച്ചിട്ടുണ്ട്. ആ വിളിയെ കുറിച്ച് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നീ ഒറ്റയ്ക്കല്ല. പ്രൈസ് ദി ലോർഡ്. ലോകം നോക്കുമ്പോൾ നീ ഒറ്റയ്ക്കാണ്, പക്ഷേ നിന്റെ കൂടെ അഗ്നിമയ രഥങ്ങളോട് സ്വർഗീയ ദൂതന്മാരുണ്ട്. എലീശയുടെ കൂടെ നടന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എലീശ വെളിയിലിറങ്ങിയപ്പോൾ പടക്കൂട്ടങ്ങൾ വന്ന് നിൽക്കുന്ന പിടിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി.
കൂടെ ഉണ്ടായിരുന്ന ആള് എലീശയോട് വിളിച്ചു പറയുകയാണ്, അയ്യോ യജമാനെ നമ്മൾ എന്ത് ചെയ്യും? എലീശ പറഞ്ഞു, നിന്റെ അകത്തെ കണ്ണൊന്ന് തുറന്ന് നോക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെക്കാളും വലിയ അഗ്നിമയ രഥങ്ങളോടുകൂടി സ്വർഗീയ സൈന്യം നമുക്ക് ചുറ്റും ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ബലഹീനരല്ല. ദൈവമക്കളെ, പെന്തക്കോസുകാര് ബലഹീനരല്ല, ഒറ്റപ്പെട്ടവരല്ല. ഈ ലോകത്തിലെ ഏത് സൈന്യങ്ങളെക്കാളും വലിയ സ്വർഗീയ രഥങ്ങൾ, ഹല്ലേലൂയ, എനിക്കും നിനക്കും വേണ്ടി നമ്മൾ സ്വയം നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണും, നമ്മൾ വളരെ നിസ്സാരമായി നമ്മളെ കാണും. പക്ഷേ നീ വചനം തുറന്ന് നോക്ക്, നിന്നെ കാണാൻ പറ്റുന്നൊരു സിംഹമായിട്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ അകത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ നോക്കുമ്പോൾ ഒന്നുമല്ല, നിസ്സാരന്മാര്. നാട്ടുകാർ നമ്മളെ നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം തുറന്ന്, വചനം എന്ന കണ്ണാടി തുറന്നിട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ അതിനകത്ത് നമ്മളെ കാണാൻ സാധിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ട് നമ്മൾ ഇന്ന് പകൽ നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നിസ്സാരന്മാരായ ആൾക്കാരല്ല. പ്രവചന ദൂതുണ്ടെങ്കിൽ ഒറ്റ പ്രവചനം, ഈ പ്രവചനമാണ് ലോക രാജ്യങ്ങളെ കീഴ്മേ പറിച്ചത്. ഹല്ലേലൂയ. ഏലിയാവൻ ആഹാരം കൊണ്ട് കൊടുത്തത് കാക്ക. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിലല്ല, കാക്കയുടെ കയ്യിൽ അപ്പം കിട്ടിയ ഇന്ന് വരെ ചരിത്രത്തിൽ കാക്ക തിന്നുകയല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സംഭവം ഇല്ല. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ അപ്പം കിട്ടിയാലും കാക്കയുടെ കയ്യിൽ അപ്പം കിട്ടിയാലും കൊടുക്കുമോ? ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ കൊടുക്കുമോ? പക്ഷെ 5000 പേരുടെ മുമ്പിൽ 10-12 തടിമാടന്മാരായ ശിഷ്യന്മാരുണ്ടായിട്ട് അവരാരെങ്കിലും വല്ലതും കൊടുത്തോ? ഇല്ല. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന എന്ത് ചെയ്യുക? 5 അപ്പവും 2 മീനും കൊച്ചാ കൊടുത്തത്, ഒരു ചെറിയ ബാലൻ. പ്രൈസ് ദി ലോർഡ്. കാരണം വെളിപ്പാടുള്ളത്. അപ്പോൾ കൂടെ നടന്നിട്ട് കാര്യമില്ല. കൂടെ നടന്നാൽ കുറേ മണ്ടന്മാരായിട്ട് കുറേ തണ്ടും തടി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് വേണം. ആ ബാലന് വെളിപ്പാടുണ്ട്. ചോദിച്ചതാരാ? കർത്താവാ ചോദിച്ചത്. ഹല്ലേലൂയ. ആ കുഞ്ഞിന് അറിവുണ്ടായിരുന്നെങ്കിൽ അവൻ വിചാരിച്ചനെ ഇത് രഹസ്യമായി വെച്ചനെ. കാരണം ഇത്രയും പേരെ ഇനി എൻ്റെ കയ്യിലുള്ളതും കൂടെ വാങ്ങിച്ച ആൾക്കാർ കൊടുക്കുക, ഇതൊന്നും നടക്കത്തുമില്ല. അതുകൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റൂല, മറ്റുള്ളവർക്കും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനെങ്കിലും തിന്നാന്ന് പറഞ്ഞ് മുതിർന്നവരാണെങ്കിൽ എന്ത് ചെയ്യണേ? അപ്പം ഉണ്ട്, 5 അപ്പം ഉണ്ട്, 2 മീനുണ്ട്. ആരുടെ കയ്യിൽ? പത്രോസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പത്രോസ് വെളി കാണിക്കത്തില്ല. കർത്താവ് അങ്ങനെ പലതും പറയും. അതല്ലേ പലരും പറയുന്നത്. ഭാഷ അങ്ങനെ പലതും പറയും. ഭാഷന്മാരങ്ങനെയൊക്കെ പലതും പറയും. അവർക്കൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞു? മൈക്കെടുത്ത് അവരെ വായി വരണയൊക്കെ വിളിച്ച് പറയുന്നു. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? ഹല്ലേലൂയ എന്നല്ലേ പറയും. പക്ഷേ ആ ബാലൻ, ആ കൊച്ചു പയ്യൻ അവൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. അത് കാരണം ദൈവത്തിൻ്റെ ഗ്ലോറി അവിടെ ഇറങ്ങി കിടക്കുക. ഹല്ലേലൂയ. ചോദിക്കുന്ന ആൾ ആരാണെന്ന് കൂടെ നടക്കുന്ന ഫിലിപ്പോസിനെ അറിഞ്ഞുകൂടെങ്കിലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തിരുന്ന കൊച്ചു പയ്യൻ, നിഷ്കളങ്ക ഹൃദയത്തോടെ ഇരുന്നവൻ, അവൻ ഹല്ലേലൂയ അറിവില്ലാത്തത് കൊണ്ട്, ഒരുപാട് ജ്ഞാനമില്ലാത്തത് കൊണ്ട്, ഒരുപാട് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, ഒരുപാട് എക്സ്പീരിയൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അവന് കള്ളമില്ല, കപടമില്ല. അവൻ ഒന്നും മറുത്ത് പറയാതെ അന്ധമായി കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഇന്ന് ഞാൻ തിരിച്ച് മടങ്ങി വീട്ടിൽ ചെല്ലുന്നൊരു ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചോദിക്കുന്നത് കർത്താവാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് വെച്ചോണ്ടിരിക്കാനല്ല, അത് പൂർണ്ണമായി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ആ കുഞ്ഞ് പറഞ്ഞപ്പോൾ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ വിടുതൽ സംഭവിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ അറിവ് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു നന്മ പ്രാപിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശു കർത്താവ് എങ്ങനെ മരിച്ചുവെന്ന് നമ്മൾ പ്രസംഗം ഇഷ്ടം പോലെ കേൾക്കും. 6 മണി മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായിരുന്നു. 3 ആണിമേൽ പിന്നെ തൂക്കിയിട്ടു. 2 കള്ളന്മാരുടെ ഇടയിൽ കർത്താവ് കിടന്നു. പ്രൈസ് ദി ലോർഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിച്ച് കരഞ്ഞ് നിലവിളിച്ച് കേട്ടോണ്ട് പോകും. പക്ഷേ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് വന്നത്? കർത്താവ് എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്ന നിങ്ങൾ ഈ ലോകം മുഴുവൻ്റെ സാക്ഷികളായി മാറും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും,
മരണകരമായ ഏതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഒരു ഹാനിയും വരത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ കാൽ കീഴെ മെതിച്ച് കളയും. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമമാണ് എൻ്റെ നാമം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനും അധികം ചെയ്യും. നിങ്ങളുടെ ജീവൻ എന്നിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. നീ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടി കർത്താവിന്റെ സന്നിധി സ്വർഗത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിനെ ധരിച്ചിരിക്കുന്നു. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകർന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് ഇന്ന് പല കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയാണ്. ദൈവത്തെ ഭയമില്ല, പക്ഷെ കൊറോണയെ നമുക്ക് ഭയങ്കര പേടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ ഒന്നും ഭയമില്ല, ദൈവരാജ്യത്തെയും ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരെ കണ്ടാലും പേടിയില്ല, പക്ഷേ നമുക്ക് കൊറോണയെ പേടിയാണ്. ഹല്ലേലൂയ. വ്യാധികളെ ഭയമാണ്. സ്തോത്രം. എന്നാൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ ഒരിക്കലും കൊറോണയെ ഭയപ്പെടുകയില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പാടുണ്ട് എങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. കൊറോണയെക്കുറിച്ച് നമുക്ക് ഭയങ്കര അറിവാണ്. ഇതെങ്ങനെ വരുന്നു, എങ്ങനെ പോകും, ഇനി 2ാം സ്റ്റേജ്, 3ാം സ്റ്റേജ്, 4ാം സ്റ്റേജ്, അങ്ങനെ പല സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അതിനെന്തൊക്കെ പ്രിവെൻഷൻ നമ്മൾ എടുക്കണമെന്ന് നമ്മൾ വാട്സപ്പിനകത്തൂടെയും യൂട്യൂബിനകത്തൂടെയും ഫേസ്ബുക്കിനകത്തൂടെയും പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയോട് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളിൽ ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടോ, ഇന്ത്യയിലെ മിസ്റ്റർ ഇന്ത്യ മരിച്ചുപോയി കോവിഡ് പിടിച്ച്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അറിവുകൾ, നമ്മുടെ മസിലുകൾ, നമ്മുടെ പ്രതിരോധ ശക്തികളും സംവിധാനങ്ങളിലും ഒക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. നല്ല തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊറോണയെ കുറിച്ച് നമുക്കറിവുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന ഇന്ന് എന്തൊക്കെ ഈ അന്ത്യകാലത്ത് സംഭവിക്കും അതിനെക്കുറിച്ച് പ്രസംഗം ഇഷ്ടം പോലെ ഉണ്ട്. ഭൂചലനം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, നക്ഷത്രങ്ങൾ നിറയെ വീഴും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം നമുക്കറിവുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഇഷ്ടംപോലെ പ്രസംഗങ്ങളുണ്ട്. പ്രൈസ്. അന്ത്യകാലമാകുമ്പോൾ അതൊക്കെ ഉണ്ട്. ഇതെല്ലാം ശരി. ഇതെല്ലാം പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിവുള്ളത് ഈ അന്ത്യകാലത്ത് എന്തൊക്കെ നടക്കുമെന്നതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ചയും. എവിടെ കൂടിയിരുന്നാലും ഇത് കണ്ടോ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ നടക്കുന്നു അല്ലേ? നമ്മളെല്ലാം കൂടി വന്നിരിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാ മരണം നടക്കുന്നു, ഇതാ എന്ത് നടക്കുന്നു, ഭൂകമ്പം നടക്കുന്നു, ഇതാ ഭൂചലനം നടക്കുന്നു, ഇതാ വെള്ളം കയറി നശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഭരണകൂടം വന്നാലും ശരിയാകത്തില്ല, മാരക രോഗങ്ങൾ വരുന്നു. നമ്മളിതെല്ലാം പറയുന്നതല്ലാതെ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഈ ലോകത്ത് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള അറിവുകൾ നമ്മൾ കൂടി വരുമ്പോൾ പറയുന്നു അതെല്ലാം സംഭവിച്ചു. പക്ഷേ കർത്താവ് മറ്റൊന്നുകൂടെ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്നിൽ വിശ്വസിക്കുന്നവൻ അത്ഭുതങ്ങളെ ചെയ്യും, അവൻ രോഗികളെ സൗഖ്യമാക്കും. ഇത് നമ്മൾ പറയുന്നില്ലല്ലോ പരസ്പരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എപ്പോഴാണ് കൂടുതൽ പറയാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഇനി എത്ര പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറുമാറ അതല്ല വിഷയം. പക്ഷേ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് അന്ത്യകാലത്ത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ദൈവം പറയുന്നത്, ജാതികൾ കൂരിരുട്ടിനകത്തും ഈ ഭൂമി അന്ധകാരത്തിനകത്താകുമ്പോൾ നിങ്ങളുടെ മേൽ യഹോവയുടെ തേജസ്സ് ഉദിക്കും. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. നമ്മൾ ഇസ്രായേൽ ജനവും മിസ്രയീം ജനത്തിന്റെ ഇടയിൽ വാഗ്ദത്തമുള്ള ജനം, ആ ജനം അടിമത്ത നുകത്തി കിടക്കുമ്പോൾ രക്ഷകനായ ദൈവം ഇറങ്ങി വരികയാണ്. അവിടെ ഒരു സൈഡിൽ നടക്കുന്നത് ന്യായവിധി നടക്കുകയാണ്. ആ ന്യായവിധി നടക്കുമ്പോൾ തന്നെ മറു സൈഡിൽ വലിയൊരു സാൽവേഷൻ, ഭയങ്കര രക്ഷ നടക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ സർവശക്തനായ ദൈവത്തിന്റെ പവർ അവിടെ വെളിപ്പെടുകയാണ്. ഈ ജനത്തെ, വാഗ്ദത്തമുള്ള ദൂതുള്ള ജനത്തെ 400 വർഷത്തെ അടിമത്ത നുകത്തിന്ന് പുറത്തു കൊണ്ടുവന്ന വിടുതൽ നടക്കുകയാണ്. ഒരു സൈഡിൽ ഡെലിവറൻസ് നടക്കുന്നു, മിറക്കിൾസ് നടക്കുന്നു, മറു സൈഡിൽ ഭയങ്കരമായ മരണങ്ങൾ നടക്കുന്നു. വിശ്വസിക്കുന്ന ഒരു കൂട്ടം അത്ഭുതങ്ങളും അടയാളങ്ങളും സൂപ്പർ നാച്ചുറലായിട്ട് ജീവിക്കുന്നു. വിശ്വസിക്കാത്തൊരു കൂട്ടം നടുക്കടലിൽ മുങ്ങി മരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും നമ്മുടെ മധ്യത്തിൽ കർത്താവ് വചനത്തിലൂടെ കാണിച്ചു തരികയാണ്.
മറുതിരിക്കുന്നവർ, എതിർത്ത് നിൽക്കുന്നവർ, ജാതികളെ പോലെ ജീവിച്ചവർ, ദൈവഭയമില്ലാത്തവർ, ദൈവത്തിൻ്റെ ആരാധനകളെ ബ്ലോക്ക് ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ ജനത്തെ വിടാത്തവർ, ഹല്ലേലൂയ സ്തോത്രം, ഹൃദയം കഠിനമാക്കിയവർ, ഇങ്ങനെയുള്ള ജനമൊക്കെ അവിടെ ചത്തവരുടെ ലിസ്റ്റിൽ പെടുമ്പോൾ മറു സൈഡിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ, ദൈവത്തിൻ്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞ വിശ്വസിച്ച ഒരു കൂട്ടം മരുഭൂമിക്കകത്ത് അവിടെ അവർ വലിയ അത്ഭുതങ്ങളെ കാണുകയാണ്. അതിനകത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കാനല്ല ദൈവം കൊണ്ടുപോയത്, അതിനകത്ത് സൂപ്പർ നാച്ചുറലായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഭയപ്പെട്ടും സോഷ്യൽ മീഡിയകളിൽ പറയുന്ന കാര്യവും യൂട്യൂബിനകത്ത് പറയുന്ന കാര്യവും വാർത്തകളും എല്ലാം കേട്ട് പേടിച്ച് അത് വരുന്നു ഇത് വരുന്നു എന്ന് ഭയപ്പെട്ടിരിക്കേണ്ടവരല്ല നമ്മൾ. അതിന് പകരം സഭയുടെ അധികാരം എന്തെന്നും, ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകം, അധികാരം, അവകാശങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് എൻ്റെ മേൽ പ്രവചനത്തിൻ്റെ ദൂതുകൾ കിടക്കുകയാണ്. യാക്കോബെ, നിന്നെ ദൈവം വിളിച്ചു. യാക്കോബിന് തന്നെത്താൻ തന്നെ ഒരു പറഞ്ഞിരുന്നത് ഞാൻ പുഴുവാണെന്നാണ്. കർത്താവ് പറയുന്നത് പുഴുവായ യാക്കോബെ. കാരണം ഹൃദയത്തിനകത്ത്, യാക്കോബിൻ്റെ ഹൃദയത്തിനകത്ത് യാക്കോബിനെ കുറിച്ച് എന്തായിരുന്നു? പുഴുവാണ്. ഇതിനകത്തിൻ്റെ പലരും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പുഴുവാണ്. പക്ഷേ ദൈവം വിളിച്ചത് പുഴുവായ യാക്കോബെ, ഞാൻ നിന്നെ എന്താക്കും? മെതിവണ്ടിയാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത്, ഗിദെയോൻ പ്രതികൂലത്തിന് എല്ലാവരും വീടിനകത്ത് അടച്ചുകൂടിയിരിക്കുമ്പോൾ ഗിദെയോൻ കയറി മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിനോട് ചില ചോദ്യങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഹല്ലേലൂയ. യഹോവേ, അങ്ങയുടെ പവർ അവിടെ പോയി, അങ്ങയുടെ ശക്തി അവിടെ പോയി. എല്ലാവരും ഭാരപ്പെട്ടും ഭയപ്പെട്ടും അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്നപ്പോൾ ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം ഗിദെയോനിലൂടെ വെളിപ്പെടുകയാണ്. ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയിട്ട്? മുന്തിരി ചക്കിനകത്തിട്ട്. മുന്തിരി അഭിഷേകത്തെ കാണിക്കുന്നു, ഗോതമ്പ് ഒരു കൊയ്ത്തിനെ കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ലോകത്തെല്ലാവർക്കും വരും. പക്ഷേ നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല, ദൂതുകൾക്ക് മാറ്റമില്ല. എത്ര വലിയ ക്ഷാമം വന്നാലും, എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും, എത്ര വലിയ ഭൂചലനം ഉണ്ടായാലും, എത്ര വലിയ സുനാമി വന്നാലും, എത്ര വലിയ കൊറോണ വന്നാലും, ഈ പേരുകൾ പല ചുഴലിക്കാറ്റും പല പേരിൽ അറിയപ്പെടുന്നത്. നമ്മളെ പേരുകളൊക്കെ കേട്ട് നമ്മൾ ചിരിച്ചു പോകുന്ന പേരുകളൊക്കെയാണ് ഇങ്ങനെ വ്യത്യസ്തമായി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാറ്റിനൊക്കെ. പക്ഷേ ഒരിക്കലും മാറാത്തൊരു പേരുണ്ട്, അതാണ് യേശുവിൻ്റെ പേര്. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. ഈ ലോകത്ത് പല പേരുകളിലും പലതും വരും. പക്ഷെ അതൊന്നും കണ്ടും കേട്ടും ഭയപ്പെടാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. എന്തുണ്ടെങ്കിലും വാഗ്ദത്വവും ദൂതുമുള്ള നിന്നെ ചലിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പനും അമ്മയും സഹോദരനും ചതിയനെന്ന മുദ്ര കുത്തി ഇറങ്ങിത്തിരിച്ച യാക്കോബിനെ ബേഥേലിൽ വെച്ച് ദൈവം പറഞ്ഞ് വാഗ്ദത്വവും ദൂതും പറഞ്ഞ് വിടുമ്പോൾ യാക്കോബ് ഒറ്റയ്ക്ക. പക്ഷേ 20 വർഷം വരെ ഈ ദൂതുകളെല്ലാം മറന്നുപോയ യാക്കോബ് ജാതിയെ പോലെ ജീവിച്ചെങ്കിലും പറഞ്ഞ ദൈവം മറന്നില്ല യാക്കോബിനെ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൂത് പറഞ്ഞ ആള്, ഇസഹാക്കിനോട് ദൂത് പറഞ്ഞ വ്യക്തി, യാക്കോബ് ചതിയനായിട്ടും ഉപായിയായിട്ടും ആ ദൂത് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വാഗ്ദത്തമുള്ള യാക്കോബ് അത് മറന്നുപോയി. 20 വർഷം അടിമത്ത നുഖത്തിനകത്ത് കിടന്നപ്പോഴും കർത്താവ് ഒരിക്കലും മറന്നില്ല. എന്നാൽ എപ്പോഴാണ് യാക്കോബ് തന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെയും ദൂതുകളെയും പ്രവചനങ്ങളെയും കുറിച്ച് ഓർമ്മ വന്നിട്ട് അതിനെ അങ്ങോട്ട് ദൈവത്തിനോട്, കർത്താവെ എന്നെ അന്ന് വിളിച്ചിട്ട് ഇന്ന ദൂത് പറഞ്ഞല്ലോ എന്ന് യാക്കോബ് എപ്പോഴാണത് ഓർത്തത്, അപ്പോഴാ ദൈവം ഇറങ്ങി വന്നിട്ട് ആ യാക്കോബിനെ ഒരു രാജ്യമാക്കി മാറ്റുന്നത്. എപ്പോഴാ യാക്കോബ് ഇത് ഓർത്തത്? ഭയപ്പെട്ടപ്പോൾ, താൻ മരിക്കുമെന്നായപ്പോൾ, അപ്പോഴാ ഓർത്തത്. തൻ്റെ മരണസമയമായി, ഞാൻ മരിക്കാൻ പോവുക, തൻ്റെ ജ്യേഷ്ഠൻ തന്നെ കൊല്ലാൻ പോവുക, അപ്പോഴാ യാക്കോബ് തൻ്റെ ദൂതിനെ പറ്റി ഓർത്തത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എനിക്ക് വാഗ്ദത്ത സന്തതികളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ ദൂതിനെ കുറിച്ച് എപ്പോഴാണോ യാക്കോബ് ഓർമ്മിച്ചത്, അത് ദൈവത്തിനോട് തിരിച്ചങ്ങോട്ടൊന്ന് ചോദിച്ചത്, അപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യാക്കോബിനോട് പറഞ്ഞ വീണ്ടും ആ ദൂതിനെ ഉറപ്പിച്ചു. യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നിട്ടു.
ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നിന്നോട് ദൈവം പറഞ്ഞു, ഈ പ്രതിസന്ധിയിൽ, ഈ മരണഭയം ഈ ലോകം മുഴുവനും ആഞ്ഞടിച്ചുകൊണ്ടിരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൂരിൽ താഴ്വരകൾക്കകത്തൂടെ നടക്കുന്ന ഒരു അനുഭവത്തിൽ നീ ആയിരിക്കുമ്പോൾ, കയ്യിൽ 5 പൈസ ഇല്ലാതെ നീ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ, പലരും വിളിക്കുന്ന പലരും വിളിക്കാതെ ഇരിക്കുമ്പോൾ, നീ ആശ്രയിച്ച പലരും നിന്നെ കൈവിട്ട അനുഭവത്തിലിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തളർന്ന അവശനായി നിരാശനായി ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതിനു പകരം ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും സകല ദൂതുകളും ഒന്നുകൂടെ ഓർമ്മിച്ചത് വിളിച്ചു പറയാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവാത്മാവ് ഒരു സൂപ്പർ നാച്ചുറലായ യാത്രകൾ പുറപ്പാട്, ഒരു റിവൈവലിസ്റ്റായി ലോക രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന പ്രവാചക ശബ്ദമാക്കി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു റിവൈവലിസ്റ്റാക്കി, ഒരു ഇവാഞ്ചലിസ്റ്റാക്കി, റെയ്നാർഡ് ബോങ്കയ്ക്ക് ശേഷം മറ്റൊരു അസാധാരണമായ രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന, അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന അത്ഭുതകരമായ അഭിഷിക്തനാക്കി, ഒരു അസൂസ സ്ട്രീറ്റിനകത്ത് ഹല്ലേലൂയ ഒരു സാധാരണ കറുത്ത വർഗ്ഗക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ട് ഹല്ലേലൂയ ലോകത്തെ ചലിപ്പിക്കുന്ന റിവൈവൽ ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ, ലോകം നിസാരമെന്ന് എണ്ണിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കല്ലാണ് നീയെങ്കിൽ, ഒരു പുഴുവാണ് നീ എന്ന് നീ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു അനുഭവത്തിനാണെങ്കിൽ, അയ്യോ ലോകം അവസാനിക്കാൻ പോവുകയാണ്, അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്, ഇനി എന്റെ ജീവിതത്തിലെ ഹോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണെങ്കിൽ, ആരും നിന്നെ സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ, ആത്മാവ് എന്നോട് പറയുകയാണ്, നീ കേട്ട ദൂതുകൾ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിനോടൊന്ന് വിളിച്ചു പറ. അതൊന്ന് ഓർക്ക്, നിന്റെ വായി തുറന്ന് വിളിച്ചു പറ. നിന്നെ നോക്കി നീ പ്രവചിക്കാൻ തുടങ്ങുക. നീ എഴുന്നേക്ക്, നിന്റെ മേലെ യഹോവയുടെ തേജസ് ഉദിക്കാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തളർന്നു പോകരുത്, വാടി പോകരുത്, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകരുത്. പ്രവചനമുണ്ടെങ്കിൽ ആ പ്രവചനം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. നിന്നെ ഒരു രാജ്യമാക്കി മാറ്റുമെന്നാണ് ആ പ്രവചനം. നിന്നെ ഒരു അപ്പോസ്തലനാക്കി മാറ്റുമെന്നാണോ പ്രവചനം? നിന്നെ ഒരു പ്രവാചകനാക്കി മാറ്റുമെന്നാണോ പ്രവചനം? നിന്നെ നോക്കി എന്താ ദൂതുള്ളത്? ആ വാഗ്ദത്തെ നീ മുറുകെ പിടിക്കുക. വാഗ്ദത്തം, പ്രവചന ദൂത് നിന്നെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നീ കേട്ട പ്രവചനങ്ങൾ നിന്റെ ലൈഫിന് ചുറ്റും കിടക്കുകയാണ്. നിന്റെ തലയ്ക്ക് മുകളിൽ അത് കിടക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ആ പ്രവചന ദൂതുകൾ കിടക്കുകയാണ്. നീ ഒന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് ആക്റ്റീവ് ആക്കാൻ പറ്റും. നിന്നെക്കുറിച്ചുള്ള പ്രവചന ദൂതുകൾ ആക്റ്റീവ് ആകുന്നത് നീ ആക്റ്റീവ് ആകുമ്പോഴാണ്. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോഴാണ്. നീ ലോകത്തിന്റെ മനുഷ്യനെ പോലെ ജഡത്തിലുള്ളത് ചിന്തിക്കുമ്പോഴല്ല അത് ആക്റ്റീവ് ആകുന്നത്. ജഡീകനായി ജീവിക്കുമ്പോഴല്ല, ജഡത്തിലുള്ളത് ചിന്തിക്കുമ്പോഴല്ല. ഇത് സ്പിരിച്വൽ മാന്. അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ, നീ മുട്ടുമടക്കുമ്പോൾ, നീ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചിരിക്കുമ്പോൾ, യോശുവയെ പോലെ കൂടാരം വിടാതെ ഇരിക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നീ കയറുമ്പോൾ, നീ കേട്ട ദൂതുകളെല്ലാം ആക്റ്റീവ് ആകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൂതുകൾ നിന്നെ ഇന്റർനാഷണൽ ആക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് 1993 കാലഘട്ടങ്ങളിൽ വെറും ഒന്നുമല്ലാതിരുന്ന 18ഉം 16ഉം വയസ്സുള്ള 2 ബാലന്മാരെ, ഞാനും എൻ്റെ സഹോദരനും, പിച്ചക്കാരെ പോലെ ഈ നെടുമങ്ങാട് ടൗണിൻ്റെ അകത്ത് അങ്ങോട്ട് ഞാൻ തേരാപ്പാര 1 രൂപയ്ക്ക് വേണ്ടി, 5 പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു 2 രൂപയ്ക്ക് വേണ്ടി ഒരു ബസ് കൂലിക്ക് പോലും പൈസ ഇല്ലാതെ നടന്ന് കഷ്ടത അനുഭവിച്ച് ജീവിച്ച ഞങ്ങളോട് അന്ന് ചില സാധാരണക്കാരായ ചില ഉപദേശിമാർ, ലോകപ്രശസ്ത പ്രവാചകന്മാരല്ല പറഞ്ഞത്, സാധാരണക്കാരായ ആരും മാനിക്കാത്ത ചിലർ പറഞ്ഞ ദൂതുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൂതുകൾ അന്ന് കേട്ടപ്പോൾ ഞങ്ങൾ കളി പറഞ്ഞു, തമാശയായി വിചാരിച്ചു. ഞങ്ങളെക്കുറിച്ചു, ഞാനോ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഭവനത്തിനകത്ത് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ ജോലിക്ക് വന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, പ്രവാചകന്മാരിൽ വിശ്വാസമില്ലാത്ത എൻ്റെ മാതാവിനെ, സഹോദരനെയൊക്കെ പുച്ഛിച്ചും ഉപദ്രവിച്ചും ക്രിസ്ത്യാനികളെ കളിയാക്കിയും നിന്ന എന്നെ നോക്കി എൻ്റെ ഭവനത്തിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീ, പെന്തക്കോസുകാരിയായ ഒരു സഹോദരി, അഭിഷേകമുള്ള പ്രവചന ദൂതുള്ള സ്ത്രീ,
ഞാൻ അവരെ വളരെ പുച്ഛമായിട്ടാണ് നോക്കിയിരുന്നത്. ഞാൻ അവരെ വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത്. അവരെ നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ അവരെ വളരെ വളരെ അധകൃതമായിട്ട്, വളരെ മോശമായിട്ട്, ഒരു പുച്ഛമായിട്ട് കണ്ടിരുന്ന എന്നെ നോക്കി ആ സ്ത്രീ ഒരിക്കൽ പറഞ്ഞു, മോനെ, നിന്നെ ദൈവം ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാണുന്ന ശ്രീജു അല്ല ഇനി വരാൻ പോകുന്ന നാളുകളിൽ. ഞാനത് കേട്ടിട്ട് ചിരിച്ചു. ഞാൻ പറഞ്ഞു, കുറേ ഭ്രാന്തന്മാർ നിങ്ങളെപ്പോലെ എന്നെ നോക്കി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. ഞാനാണോ? പ്രൈസ് ദി ലോർഡ്. ഒരു സാധാരണ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയാണ്. വലിയ പ്രസിദ്ധിയില്ല, ഫ്ലക്സ് ബോർഡുകൾ അവരുടെ ഇല്ലായിരുന്നു, വലിയ പേരും പ്രശസ്തി ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ, ആരും അറിയാത്തവർ. പക്ഷെ അന്ന് അവർ പറഞ്ഞ ദൂത് 10-15 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതിന്നും നടന്നുകൊണ്ടിരിക്കുക. അന്ന് പറഞ്ഞ പല ദൂതുകൾ, ആ സ്ത്രീ പറഞ്ഞ ദൂതുകൾ, അനവധി വലിയ വലിയ ആൾക്കാർ പറഞ്ഞതിനേക്കാൾ ഉപരിയായി ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നത് ആ സഹോദരി എന്നോട് പറഞ്ഞ ദൂതുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. കാരണം ആ ദൂത് ഞാൻ കേൾക്കുന്നത് എൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് എനിക്കറിയാം. ആ ദൂത് എന്നോട് ആ സ്ത്രീ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ആ ദൂത് കേൾക്കാൻ പോലും യോഗ്യതയില്ലാത്ത, അല്ലെങ്കിൽ ആ പറഞ്ഞ ദൂത് എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിലവാരത്തിന് അധപ്പതിച്ച പാപത്തിൻ്റെ അനുഭവത്തിനകത്ത് കിടക്കുമ്പോൾ, ലോകത്തിൽ ഏറ്റവും വലിയ ജഡീകനായി ജീവിക്കുമ്പോൾ എന്നെ നോക്കി ആ സഹോദരി പറയുകയാണ്, നിന്നെ ഞാനൊരു ശുശ്രൂഷകനാക്കും, ഞാൻ നിന്നെ ഒരു അഭിഷിക്തനാക്കും, ഞാൻ നിന്നെ ഒരു പ്രവാചകനാക്കും. പ്രൈസ്. അനവധി ദൂതുകൾ അവരെ നോക്കി പറഞ്ഞു. അവർ പോയതിന് ശേഷം എൻ്റെ മാതാവിനോടും എൻ്റെ സഹോദരനോടും ഞാൻ പറഞ്ഞു, ഈ സ്ത്രീക്ക് എന്തോ മെൻ്റലാണ്. നിങ്ങളെ നോക്കിയത് പറഞ്ഞിരുന്ന ഈ കൊള്ളാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സ്ത്രീ ഇവർ വന്ന് എന്നോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ നോക്കി ഇവരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ആ ദൂതുകൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറിയെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, വിശ്വാസികളായി ദൈവമക്കളെ, ഇന്നത്തെ ഈ ലോക്ക്ഡൗണും ഇന്നത്തെ ഈ പ്രശ്നങ്ങളും അല്ല നമ്മൾ കാണേണ്ടത്. പ്രൈസ് റിവൈവലാണ്, കൊയ്ത്താണ്. കർത്താവ് ഈ പ്രശ്നങ്ങളെയും കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അന്ത്യകാലത്ത് ഒരു വലിയ ഉണർവുണ്ടാകും, ഒരു റിവൈവൽ സംഭവിക്കും. ലോകം മുഴുവൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ് ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഉണർവിൻ്റെ ഭാഗവാക്കുകളായി മാറുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം മാറും. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പോവുകയാണ്. നമ്മുടെ സഭ പുറത്തു വരും, നമ്മൾ എഴുന്നേറ്റ് വരും. നമ്മൾ കേട്ടത് ഹല്ലേലൂയ വലിയൊരു കൊയ്ത്തിന്റെ ആരവം. ഹല്ലേലൂയ. മരണത്തിന്റെയും മറ്റ് പലതിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് മോശ കേട്ടതുപോലെ ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ചെങ്കടലിനെ കണ്ട് അലറി വിളിച്ച് നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ചെങ്കടൽ കടക്കത്തില്ല, മോശയെ കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോൾ ജനലക്ഷങ്ങളുടെ ആ നെഗറ്റീവ് വാക്കല്ല മോശ കേട്ടത്. മോശയുടെ ക്വാളിറ്റി അതാണ്. മോശ കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക, ഈ ചെങ്കടൽ നിന്റെ മുമ്പിൽ മാറിപ്പോകും. ഇന്ന് ദൈവത്തിൻ്റെ ജനമായ നമ്മൾ വിശുദ്ധ ജനമാണ്, വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ കേൾക്കേണ്ടത് ലോകത്തിലെ മനുഷ്യരുടെ വാക്കുകളല്ല, ശബ്ദങ്ങളല്ല, സാഹചര്യങ്ങളെ അല്ല നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുള്ള അടഞ്ഞ വാതിലുകളെ അല്ല നമ്മൾ കാണേണ്ടത്. അതിന് പകരം അക്കരെ കനാൻ ദേശമുണ്ട്, വാഗ്ദത്ത ദേശമുണ്ട്. നമ്മൾ കേട്ട ദൂതുകളുണ്ട്. നിന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്, അവൻ നിന്നെ ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു ചരിത്രം നിന്നിലൂടെ സൃഷ്ടിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് നിന്റെ സ്ഥിതി പലതുമായിരിക്കാം, അതുകൊണ്ട് പലരും നിന്നെ നോക്കി പല നിലവാരങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, നീ ഒരു ചരിത്രമായി മാറാൻ പോകും, നീ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്, നിന്റെ തലമുറകളുടെ ചരിത്രം മാറാൻ പോവുകയാണ്, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്, നിന്റെ സഭയുടെ ചരിത്രം മാറാൻ പോവുകയാണ്, നിന്റെ ദേശത്തിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. അത് നീ മുഖാന്തരം മാറാൻ പോവുകയാണ്. നിന്റെ ജാതികളുടെ നടുവിൽ നിന്നെ ഞാൻ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലെ എൻ്റെ ആത്മാവിനെ പകരും. യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിക്കും. ഞാനൊരു പ്രകാശമായി എഴുന്നേൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു അത്ഭുത സാക്ഷിയായി മാറും.
നമ്മളിത് വിശ്വസിച്ചാൽ മതി. കണ്ണുകളടയ്ക്കാമോ, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ ദൈവമേ, ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ കേട്ട സകല ജനത്തിന്റെ നടുവിലും ദൈവത്തിന്റെ അസാധാരണമായ ഗ്ലോറി ഇറങ്ങട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം കേട്ട ദൈവിക ദൂതുകള്, ഇസഹാക്ക് കേട്ട ദൈവത്തിന്റെ ദൂതുകള്, യാക്കോബ് കേട്ടത് അത് അവരുടെ ജീവിതത്തിലെ ഒരു രാജ്യമായി മാറത്തക്ക നിലവാരത്തിൽ ഒരു സാധാരണ മനുഷ്യനെ, ആട്ടിടയനായിരുന്ന ദാവീദിനെ വിളിച്ച് ശമൂവേൽ പറഞ്ഞ പ്രവചന ദൂത് ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി രാജ്യത്തിന് രാജാവാക്കി അദ്ദേഹത്തെ മാറ്റിയെങ്കിൽ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കേട്ട പ്രവചനങ്ങൾ നിസ്സാരവൽക്കരിക്കാതെ വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ ചലിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ, ഈ നാളുകളിൽ ദൈവത്തോട് സംസാരം ആരംഭിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കാൻ കൊതിക്കുവാൻ, പ്രൈസ് ലോർഡ്, മണിക്കൂറുകൾ കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ, ദൈവവചനത്തിന്റെ വെളിപ്പാടിനകത്ത് കയറുവാൻ, റിവൈവലിസ്റ്റുകളായി മാറുവാൻ, പ്രാർത്ഥനാ വീരന്മാരായി മാറുവാൻ, പ്രവാചകന്മാരായി മാറുവാൻ, വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന വലിയ വിശുദ്ധ ജനമായി മാറുവാൻ, വിശുദ്ധ ജനമായി മാറുവാൻ ദൈവം ഇവരെ ബലപ്പെടുത്തണം. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ബലഹീനപ്പെട്ടു പോകരുത്. നീ കേട്ട ദൂതുകൾ നിന്റെ ജീവിതത്തിൽ ആക്റ്റീവാകാൻ നിന്റെ നാവ് ഒരു ജീവനുള്ള നാവായി വെളിപ്പെടട്ടെ. നിന്റെ അധരങ്ങൾ ജീവനായി വെളിപ്പെടട്ടെ. നിന്റെ കാതുകൾ ദൈവശബ്ദം കേൾക്കുന്ന കാതുകളായി മാറട്ടെ. നിന്റെ കരങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന കരമാകട്ടെ. നിന്റെ മേൽ യഹോവയുടെ തേജസ്സ് ഉദിക്കട്ടെ. ഈ ദേശത്തിന്റെ നടുവില് ദൈവസഭയ്ക്ക് എന്ത് അധികാരമുണ്ടെന്ന് നീ മുഖാന്തരം ലോകം അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെട്ടിരിക്കരുത്. കർത്താവ് നിന്നെ ഒരു വലിയ വെളിച്ചമാക്കി, ലോകത്തിന്റെ വെളിച്ചമാക്കി ഞാൻ നിന്നെ മാറ്റും. പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ വിളിച്ചത് ലോകത്തിന്റെ വെളിച്ചമാകാനാണ്, ഇരുട്ടാകാനല്ല. വെളിച്ചമാകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഈ പ്രതികൂലത്തിനും പ്രതിസന്ധിയുടെ നടുവിലെ ജാതികൾ ഓടി വരും നിന്റെ അടുക്കൽ. നിന്റെ അയൽവാസികൾ ഓടി വരും. നിന്റെ നാട്ടുകാർ ഓടി വരും. അപ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ പുറത്തു വരണം. ദൈവം നിന്റെ കരങ്ങളിൽ ലോകത്തെ തന്നിരിക്കുകയാണ്. സകല വ്യാധികളെയും സൗഖ്യമാക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ദൈവസഭ അവരുടെ അധികാരങ്ങളെ തിരിച്ചറിയുന്ന നാളുകളായി ഇത് മാറട്ടെ. ദൈവജനം അവരുടെ അധികാരങ്ങളെ അവകാശങ്ങളും തിരിച്ചറിയട്ടെ. അവരിൽ ആത്മാ നിറവുള്ളവരായി എഴുന്നേൽക്കട്ടെ, പ്രകാശിക്കട്ടെ. ദൈവസഭയെ അനുഗ്രഹിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല വിശുദ്ധന്മാരെ അനുഗ്രഹിക്കുന്നു. ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കേൾക്കുന്നത് ഒരു കൊയ്ത്തിന്റെ ആരവമാണ്. ഒരു വലിയ കൊയ്ത്തിന്റെ ആരവം ഞങ്ങൾ കേൾക്കുകയാണ്. കൂട്ടമായി ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച കർത്താവിന്റെ നാമത്തിൽ ഒരു വലിയ ജനസമൂഹം ദേശത്തിൽ ലോകവ്യാപകമായി കർത്താവിൻ്റെ കൂടാരങ്ങളായി മാറുവാൻ, കർത്താവിനെ വഹിക്കുന്നവരായി മാറുവാൻ ദൈവം അനേകായിരങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ, ജാതി മതഭേദമന്യേ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വിളിച്ച ദൈവത്തിൻ്റെ ജനവും ജാതികളും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന സകല വ്യക്തികളുടെ മേലും, ഓരോ വിശ്വാസികളുടെ മേലും കാലാവസാനത്തോളം ഉണ്ടാകപ്പെടുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.